ഹായ് ഗൈസ്. അപ്പോൾ നീറ്റിൻ്റെ റിയാക്ഷൻ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, റിസൾട്ടും എല്ലാം. അപ്പോൾ അത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നതാണ് മാർക്ക് എത്രയാണ്, റാങ്ക് എത്രയാണ്, എവിടെയാണ് പഠിച്ചത്, എങ്ങനെയായിരുന്നു നീറ്റ് പ്രിപ്പറേഷൻസ് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. എൻ്റെ മാർക്ക് വന്നത് 547 ആണ് ആൻഡ് റാങ്ക് 13,429. ഞാൻ പഠിച്ചത് പാലാ ബ്രില്യൻസിലാണ്. പാലിൽ തന്നെ ആയിരുന്നു ഞാൻ പോയി നിന്ന് പഠിച്ചതാണ് ഹോസ്റ്റലിൽ. ആക്ച്വലി ഞാനൊരു റിപ്പീറ്ററാണ്. നീറ്റിന് പോകണോ അല്ലെങ്കിൽ ഡോക്ടർ ആവണോ അങ്ങനത്തെ ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ +2 ഞാൻ ബയോസയൻസ് എടുത്തു. അപ്പോഴും ഡോക്ടർ ആവാന്നുള്ളൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലില്ല. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പുള്ളിക്കാരി നീറ്റ് എന്ന് പറഞ്ഞ് ആൾക്ക് നീറ്റാണ് ഇഷ്ടം, ആൾ നീറ്റിന് പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ ഞാനും കൂടി ചെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായിരുന്നു ആക്ച്വലി ഞാൻ നീറ്റിലേക്ക് എത്തിപ്പെട്ടത് അങ്ങനെയാണ്, അതാണ് സത്യം. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഡെഡിക്കേഷനോടുകൂടിയാണ് അവിടെ വന്നേക്കുന്നത്, ഡോക്ടർ ആവണം അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലാണ് എല്ലാവരും വന്നേക്കുന്നത്. അപ്പം ഞാൻ മാത്രമാണ് അവിടെ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ എത്തിയത്. പിന്നെ ഗ്രാജുവലി ഞാൻ അവിടെ പഠിച്ച് ഞാൻ ഓർത്ത് ഓക്കെ ഫൈൻ, ഞാനൊന്നും കൂടി ഹാർഡ് വർക്ക് ചെയ്ത് ശരിക്കും കംപ്ലീറ്റ്ലി അതിൽ ആയിട്ട് ഇന്ന് പഠിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്തു. അപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റേറ്റിലാണ് പഠിച്ചത്. നമുക്ക് പെരിഫറലായിട്ട് പഠിച്ചാൽ മതി, സ്റ്റേറ്റിൽ മാർക്ക് കിട്ടും. ഞാൻ കുറ്റം പറയാനല്ല, പക്ഷേ പൊതുവെ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് കൺസെപ്ഷ്യലായിട്ട് അതിൻ്റെ ഉള്ള കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ ഞാൻ ആക്ച്വലി ഞാൻ കൺസെപ്ഷ്യലായിട്ട് എല്ലാം പഠിക്കണമായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് ഞാൻ ബ്രില്യൻറ്റിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഓർഗാനിക്കൊക്കെ ഞാൻ തട്ടിക്കൂട്ടിയാണ് +2 പഠിച്ചത്. ബ്രില്യൻറ്റിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി നീറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഓർഗാനിക് കെമിസ്ട്രി അടിപൊളിയായിട്ട് പഠിക്കണമെന്ന്. എനിക്കപ്പോഴും ഓർഗാനിക് കെമിസ്ട്രി ഒരു പേടിയായിരുന്നു, കാരണം കുറേ റിയാക്ഷൻസ് ഉണ്ട്, ഇത് മാറിപ്പോയില്ലേ, ഇതെങ്ങനെ പഠിക്കും, അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ തന്നെ ഒരു പ്രൊസീജിയറിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ആക്ച്വലി 2 വർഷം ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. ഇവിടെ ഞാൻ എറണാകുളത്താണ്. അപ്പോൾ അടുത്ത് തന്നെ തേവരയിൽ സെൻറ്റർ ഉണ്ട്. പക്ഷെ ഞാനല്ല, എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു ഓക്കെ തേവരയാണെങ്കിൽ നീ എപ്പോഴും വീട്ടിൽ വരും, ആ ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് നിൻ്റെ സ്റ്റഡീസിൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് എന്നെ പാലക്കൊണ്ടാക്കിയത്. ഒരർത്ഥത്തിൽ കുറച്ച് മാറി വയ്ക്കാനും എന്താ പറയുക, ജീവിതം പഠിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് പുതിയ റൂംമേറ്റ്സ്, വേറൊരു കണ്ടീഷൻ, നമ്മൾ തന്നെ നമ്മുടെ കാര്യം നോക്കണ ഒരവസ്ഥ, അതെല്ലാം ആക്ച്വലി നല്ലതാണ്. അപ്പോൾ ഞാൻ 2 വർഷം ഹോസ്റ്റലിലാണ് പഠിച്ചത്. ഫസ്റ്റ് ഇയർ ഞാൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലിലാണ്. അതായത് ബ്രില്യൻറ്റിൽ പഠിച്ച ആൾക്കാർക്ക് അറിയാം, അവിടെ A ബ്ലോക്ക് D ബ്ലോക്ക് അങ്ങനെ ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ A ബ്ലോക്കിന് നേരെ ഓപ്പോസിറ്റുള്ള ലിറ്റിൽ ഫ്ലവറിലാണ് ഞാൻ ഫസ്റ്റ് ഇയർ പഠിച്ചത്. പിന്നെ സെക്കൻഡ് ടൈം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഹോസ്റ്റലിൽ പേളാണ്. അത് D ബ്ലോക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഹോസ്റ്റൽ വരുന്നത്. എനിക്ക് ആക്ച്വലി വെറുതെ നടന്ന് പോകാനുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ ഹോസ്റ്റലിൽ. നടക്കാനും കൂടി ഇല്ല, ജസ്റ്റ് 1 മിനിറ്റ് അത്രേ ഉള്ളൂ. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരെ D ബ്ലോക്കിൽ കയറാം, D ബ്ലോക്കിൽ നിന്ന് ഇറങ്ങാം ഹോസ്റ്റലിൽ പോകാം, അങ്ങനത്തെ രീതിയിലായിരുന്നു എനിക്ക്. അപ്പോൾ ആക്ച്വലി എനിക്ക് ബ്രില്യൻറ്റിൽ അത്ര സ്മൂത്ത് ജേണി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം കുറേ കരഞ്ഞിട്ടുണ്ട്, മാർക്ക് കുറവാണെന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, അതാണ് നീറ്റിന് ഏറ്റവും വേണ്ട ഒരു കാര്യം. നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മുടെ പാത്തിൽ നിന്ന് മാറിയാൽ തന്നെ ഭയങ്കര എല്ലാ ബേർഡനായി മാറും. കാരണം ഉണ്ടാവും ഒരു ടോപ്പിക്സ് എടുക്കുന്നതും നമുക്ക് കവർ ചെയ്യാനുള്ളതും. +1 +2 നമ്മൾ പഠിക്കുന്നത് ജസ്റ്റ് 1 വർഷം കൊണ്ട് നമ്മൾ പഠിച്ച് നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ കൂടെ എന്താ പറയുക ചേർന്ന് നമുക്ക് പോകാൻ പറ്റും. പഠിക്കാൻ അത്രക്കും ഹാർഡ് വർക്കിംഗ് ആണ് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ട്രസ്റ്റ് ഉണ്ട്, എന്നെക്കൊണ്ട് പറ്റും എന്ന് വിചാരിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പോകാവുന്നൊരു ഇതാണ് നീറ്റ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടെൻഷനും ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു പാർട്ട് മാത്രമാണ്. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളോട് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയാം. ബട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ആ സമയത്ത് വളരെ ടെൻഷൻ അടിച്ച ഒരാളാണ്. എൻ്റെ അമ്മക്കറിയാം, കുറേ വിളിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്, അമ്മ മാർക്ക് കുറവാണ്. ശരിക്കും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയാൻ വളരെ ഈസിയാണ്. ബേസിക്കലി അങ്ങനെ ടെൻഷൻ അടിക്കാണ്ടിരിക്കാൻ പറ്റുന്നത് വളരെ പാടാണ് എനിക്ക്. അപ്പോൾ എൻ്റെ ഈ ഒരു നീറ്റ് ജേണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് പാലാ ബ്രില്യൻസിനോടാട്ടോ. അവർ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ 2 വർഷത്തെയും ക്ലാസ് ടീച്ചർ, അവിടുത്തെ ഡയറക്ടേഴ്സ്, പിന്നെ ബാക്കിയുള്ള സാറുമാർ എല്ലാവരും, ഞങ്ങളുടെ ഹോസ്റ്റൽ മെൻറ്റർ എല്ലാവരും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. കാരണം നീറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജേർണി തന്നെയായിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് റിപ്പീറ്റും കൂടി ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ഓൾറെഡി 1 വർഷം പോയി, ഇത് 2ാമത്തെ വർഷമാണ്. അങ്ങനത്തെ ഒരു തോട്ടും കൂടി ഉള്ളതുകൊണ്ട് മാർക്ക് കുറയുമ്പോൾ സഡൻലി നമ്മൾ ഭയങ്കരമായിട്ട് മെൻ്റൽ ബ്രേക്ക് ആയി പോകും. അപ്പോൾ പൊതുവെ ടീച്ചേഴ്സ് നമ്മൾ അത്ര കംഫർട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെയാണ് വീണ്ടും പഠിക്കാനും ഓക്കെ ഇനി അടുത്ത എക്സാമിന് നോക്കാം
എന്നൊക്കെ വിചാരിച്ച് അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് വരെ നമുക്ക് ആ ഒരു എന്താ പറയുക പഠിക്കണം ഉള്ളൊരു തോന്നലുണ്ടായത്. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ സിസ്റ്റം പറയുകയാണെങ്കിൽ എല്ലാ വീക്സിലും മൺഡേസ് എക്സാം ഉണ്ടാവും. നമുക്ക് അതിന് മുമ്പത്തെ ആഴ്ചയിൽ എന്താണ് എടുത്തത് അതിൻ്റെ എക്സാം മൺഡേസ് ഉണ്ടാവും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എടുക്കുന്ന ടോപ്പിക്സ് അന്ന് തന്നെ ഞാൻ പഠിച്ചു പോകാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫിസിക്സ് കൂടുതലും പ്രോബ്ലംസ് ഞാൻ ചെയ്യുമായിരുന്നു. ബയോളജി എനിക്ക് തോന്നി ഞാൻ പ്രോബ്ലംസ് ചെയ്യണേക്കാളും കൂടുതൽ NCERT വായിക്കുമായിരുന്നു. കാരണം എനിക്ക് NCERTൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും ചിലപ്പോൾ എക്സാക്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കുക, പക്ഷെ എനിക്കത് തെറ്റായിട്ട് തോന്നാൻ ഞാൻ എപ്പോഴും അത് തെറ്റിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ NCERT ഭയങ്കര തറോലി കുറേ വട്ടം വായിക്കുമായിരുന്നു. പിന്നെ കെമിസ്ട്രി ഞാൻ പഠിച്ചത് ഓർഗാനിക്കൊക്കെ എന്തായാലും NCERT തന്നെയാണ് ഞാൻ പഠിച്ചത്. ഇൻഓർഗാനിക്കിൽ D ബ്ലോക്ക് F ബ്ലോക്ക് അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സൊക്കെ എന്തായാലും NCERT തന്നെ വേണം. പിന്നെ പ്രോബ്ലം ബേസ്ഡ് ചാപ്റ്റേഴ്സ് നമുക്ക് കെമിസ്ട്രിയിലുള്ളതുകൊണ്ട് അതിൻ്റെ തിയറി പഠിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതായിരുന്നു ഞാൻ ഫോളോ ചെയ്ത ഒരു പ്രൊസീജിയർ. അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ നീറ്റ് ജേർണി എന്ന് പറയാം.